നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ കോൺഗ്രസ് വിജയിയെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുമ്പോൾ DMKക്ക് അത് തടയാനോ കോൺഗ്രസിൻ്റെ കൂടെ സഖ്യം ചേർന്നാണ് മത്സരിച്ചത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നോ പറയുന്ന യാതൊരു അർഹതയുമില്ല. അതിന് കാരണം കോൺഗ്രസ് ആനുകൂല്യങ്ങളൊന്നും തന്നെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നില്ല. കഴിഞ്ഞ 5 കൊല്ലക്കാലം DMK അവിടെ മന്ത്രിസഭ രൂപീകരിച്ച് മുന്നോട്ട് പോയപ്പോൾ അതിൽ കോൺഗ്രസിന് 18 MLA-മാരുണ്ടായിരുന്നു. സ്വാഭാവികമായും അവർക്ക് മന്ത്രിമാരെ കൊടുക്കേണ്ടതായിരുന്നു. എന്നിട്ടും DMK അവരുടെ അവകാശങ്ങളെ നിഷേധിച്ചു. ഇപ്പോൾ നിലവിൽ സ്റ്റാലിൻ പ്രതിപക്ഷ നേതാവാകാൻ പോലും കഴിയാത്ത രീതിയിൽ പരാജിതനായിരിക്കുകയാണ് സ്വന്തം മണ്ഡലത്തിൽ. തമിഴക വെട്രിക്കഴകത്തിനോട് അടങ്ങാത്ത ദേഷ്യവും പകയും കാത്തുസൂക്ഷിച്ച് ADMKയുമായി സഖ്യം ചേർന്നാൽ സ്റ്റാലിൻ്റെ വില കെടും എന്നുള്ള കാര്യം കോൺഗ്രസ് സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തമിഴക വെട്രിക്കഴകത്തിന് 108 സീറ്റുകളാണ്. കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായത് 10 സീറ്റുകൾ കൂടി അധികം വേണം. കോൺഗ്രസും ലീഗും വിചാരിച്ചാൽ 5ഉം 2ഉം കൂടിയായി 7 സീറ്റുകൾ കൊടുക്കാൻ കഴിയും. പിന്നെ ബാക്കിയുള്ള 3 സീറ്റ് അതിൽ 2 CPIക്ക് സമ്മാനിക്കാൻ കഴിയും. അത്തരത്തിൽ നോക്കുമ്പോൾ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തി നിൽക്കുന്ന അവസ്ഥ വരും. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ സ്റ്റാലിൻ്റെ പാർട്ടിയെ തന്നെയാണ് തമിഴ്നാടിൻ്റെ അധിക ചുമതലയുള്ള ഗവർണർ ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്യാൻ വിളിക്കുന്നത്. ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വളരെ ശരിവത്തായിട്ടുള്ള കാര്യം. അതായത് സ്റ്റാലിൻ ഒറ്റയ്ക്ക് പൊരുതി ഇത്രയും സീറ്റ് നേടിയെങ്കിൽ തമിഴക വെട്രിക്കഴകത്തിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ശക്തമാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദേശീയ ജനാധിപത്യ സഖ്യത്തിനെതിരെയും സെക്യുലർ പ്രോഗ്രസീവ് അലയൻസിനെതിരെയും ശക്തമായി പടവെട്ടിയാണ് തമിഴക വെട്രിക്കഴകം ഇത്രയും വലിയ ലീഡ് നേടിയെടുത്ത് വിജയിച്ചിരിക്കുന്നത്. ഇത് ഒരു ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല. നേരത്തെ കൂടല്ലൂരിൽ നടന്ന ഒരു ദുരന്തമുണ്ടായിരുന്നു. വിജയുടെ റാലിയിൽ അവിടെ ക്രമീകരണം നിയന്ത്രിക്കാത്ത പോയതിൻ്റെയൊക്കെ പേരിൽ നടന്ന ഒരു സ്റ്റാമ്പേഡ്. അതിനെ എങ്ങനെയാണ് വിജയ് തരണം ചെയ്തതെന്നുള്ളത് നമുക്കറിയാം. സാധാരണഗതിയിലാണെങ്കിൽ ഒരു വ്യക്തിയുടെ ഇമേജ് പോകാൻ പേഴ്സണലായിട്ടുള്ള വിഷയങ്ങളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും തന്നെ ധാരാളമാണ്. പക്ഷെ അതൊക്കെ മറികടന്നുകൊണ്ട് വിജയ് എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ സിനിമയിൽ മാത്രമല്ല യഥാർത്ഥത്തിലും ജീവിതത്തിൽ തമിഴ് മക്കളുടെ ദളപതിയായി മാറിയത് എന്നുള്ളത് സിനിമാ കഥയെ വെല്ലുന്ന ട്വിസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. സിനിമ ജീവിതത്തിന് തമിഴ് രാഷ്ട്രീയവുമായി വലിയ രീതിയിലുള്ള അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ളത് ശരിയാണ്. അല്ലെങ്കിൽ പിന്നെ ജയലളിത തമിഴ്നാട് മുഖ്യമന്ത്രിയായതെങ്ങനെ? കർണാടകക്കാരിയായിരുന്ന കോമളവല്ലി എന്ന വ്യക്തി ജയലളിത എന്ന പേരിൽ തമിഴകം അവരെ പുരയിച്ചി തലൈവി സെൽവി ജയലളിത എന്ന് വിളിച്ച അമ്മ എന്ന് സ്നേഹത്തോടെ വിളിച്ചത് എന്തുകൊണ്ടാണ്? പക്ഷെ ഇവിടെ ദളപതിയായ വിജയ് മറ്റൊരു രീതിയിലേക്കാണ് ട്രാൻസ്ഫോർമേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിജയിയെ പിന്തുണച്ചില്ലെങ്കിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരും. തമിഴക വെട്രിക്കഴകത്തിന് കൂടുതൽ സീറ്റുകളുമായി ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. DMKയും ADMKയും ജാഗ്രതയായി നിൽക്കണം എന്നുള്ളത് തന്നെയാണ് ഇതിൽ കൊടുക്കുന്ന സന്ദേശം.